യെസ് ഗൈസ്, അങ്ങനെ ഞാൻ റെഡിയായി. അതിങ്ങനെ പോയാൽ മതി. ഇല്ല, ഇനി എനിക്ക് മുടി കെട്ടണം. കറണ്ട് പോയി ഗൈസ്, പണിപാളി. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നിടാൻ പോകുന്ന മാല ഇതാണ്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു വഴക്ക്. ഇന്നിടുന്ന വള, ഇന്നിടുന്ന അത് എൻ്റെ ഒരു ഫങ്ഷൻ്റെ വളയായിരുന്നു. കറക്റ്റ് ഡ്രസ്സിന് മാച്ചപ്പ് ഞാൻ എടുത്തുകൊണ്ട് വന്നെയാണ്. നമ്മളങ്ങനെ വളയൊക്കെ ഇട്ടു ഗൈസ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനും ചേച്ചി എത്ര വഴക്കിട്ടാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പരസ്പരം. അത് എത്രത്തോളമാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഭയങ്കര സന്തോഷമാണ് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴൊക്കെ. അതൊക്കെ ഒരു ബെസ്റ്റ് മൊമെൻറ്റ്സ് ആയിട്ടാണ്. കാരണം ഞാനിങ്ങ് വയനാട്ടിലും ചേച്ചി അങ്ങ് എറണാകുളത്തും. ഞങ്ങൾ എന്താ പറയുക, മീറ്റ് ചെയ്യുന്നതൊക്കെ സ്കൂൾ വെക്കേഷനോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ വരുമ്പോഴായിരിക്കും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. എത്ര വഴക്കിട്ടാലും ഉള്ളിലൊരു ഒരു സ്നേഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വഴക്ക് എന്താ പറയുക, അധികം നീണ്ടു പോകത്തൊന്നുമില്ല കേട്ടോ. അയ്യോ, എല്ലാം ആയി. പക്ഷെ ഫങ്ഷൻ എന്താണെന്ന് മാത്രം പറഞ്ഞില്ല. എൻ്റെ കസിൻ്റെ പപ്പ, അതായത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ കൊച്ചിൻ പോർട്ടിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. റിട്ടയർമെൻ്റ് ആവുകയാണ്. അതിൻ്റെ ഫങ്ഷനായിരുന്നു. കണ്ണെഴുതാൻ പോയി. അങ്ങനെ എനിക്ക് അമ്മ കണ്ണെഴുതി തന്നു ഗൈസ്. എൻ്റെ ഹോളി കമ്മ്യൂണിൻ്റെ ഇയറിങ്സ് ആയിരുന്നു ഞാൻ ഇട്ട് കൊടുത്തത്. എടുത്തുകൊണ്ട് വന്നതിൽ ഏറ്റവും മാച്ചായിട്ട് തോന്നിയത് ഇതായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ മാല ഇട്ട് കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു മാലയായിരുന്നു ഇത്. ഇതിൻ്റെ അറ്റത്തൊരു ബട്ടർഫ്ലൈ വരുന്നുണ്ട്. അങ്ങനെ മാലയൊക്കെ ഇട്ടു. ഇനി മുടി ചെയ്യാൻ പോവുകയാണ്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ തല കുനിച്ച് പൊങ്ങിയപ്പോൾ നമ്മുടെ മുടി റെഡി ആയിരിക്കുന്നു. അപ്പോൾ ഗൈസ്, എല്ലാം കഴിഞ്ഞു. എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്.